ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി മാവൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് നോക്കണേ. അപ്പം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ തോന്നിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിച്ച ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നോക്കാം. ഒരു കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പും, ഒരു ടീസ്പൂൺ പിസ്സ സീസണിങ് ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ബ്രെഡ് ക്രംസ് ചേർക്കുകയാണ്. അപ്പോൾ 1 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഇച്ചിരി കുറഞ്ഞ പോലെ തോന്നി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇനിയൊന്നുമില്ല, നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കുക. അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം വറുക്കാൻ, കാരണം ഉള്ളൊക്കെ വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.